ഇടപ്പള്ളി ചേർത്തല ദേശീയ പാതയിൽ അരൂർ ഭാഗത്ത് ദുരന്തം പതിയിരിക്കുകയാണ്. മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങൾ കുണ്ടും കുഴിയുമായി വെള്ളം നിറഞ്ഞു കിടക്കുന്നു. മഴ പെയ്താൽ വീടുകളിലും കടകളിലും നിറയെ വെള്ളവും ചെളിയും കയറുന്ന അവസ്ഥയാണ് ഈ പ്രദേശത്ത് തുടരുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തിന് നിർമ്മാണ കരാറുകാരും ജനപ്രതിനിധികളും മറ്റ് അധികൃതരും ഒക്കെ പുല്ലുവില മാത്രമാണ് നൽകുന്നതെന്ന് അരൂർ നിവാസികൾ പറയുകയാണ്. ഏറെ തിരക്കേറിയ ദേശീയപാത അരൂർ ചേർത്തല റൂട്ടിൽ അരൂർ ജംഗ്ഷനിൽ നിന്നുള്ളതാണ് ദുരിതത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ. തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയത് മുതൽ ഇതാണ് അരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്ഥിതി. ജനങ്ങൾ എന്ത് അനുഭവിക്കാനായിട്ടുള്ള വിധിക്ക്, അല്ലാണ്ട് എന്ത് പറയാനും നമുക്ക് ജനങ്ങൾക്ക് പറയാൻ മാർഗങ്ങൾ വേറെ ഒന്നും ഇതില്ല. എനിക്ക് കല്യാണത്തിന് പോകണമെന്ന്, കല്യാണത്തിന് തന്നെ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് നടക്കാനുള്ള യാതൊരു സംവിധാനം ഇവിടെ ഇല്ല. അത് എന്താണെന്നുള്ള അറിയില്ല. രാഷ്ട്രീയക്കാർ തമ്മിൽ ഒത്തുകളിക്കുന്നതാണോ ഒന്നും നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്താൽ കൊള്ളായിരുന്നു. വണ്ടിക്കാർക്ക് എല്ലാവർക്കും ടൂ വീലറിന് പോകാനൊക്കെ അല്ലേ. നമ്മളിപ്പോൾ ചേറും ചെളിയും കൊണ്ട് ഞാൻ പാൻറ്റും കൊണ്ടേ കഴുകിയിട്ട് കറയാൻ പോകുന്നില്ല. വീണിട്ട് നടുവേനെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് മേടിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് കിടക്കാൻ പറ്റണില്ല. ഇവിടെ ഒന്നും ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് ബ്ലോക്കല്ലേ. നേരത്തെ ഇവിടെ ഒരു തടി വണ്ടി വീണ്, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അടുത്തൊരു തടി വണ്ടി വീണിരിക്കുക. ഒരു തരത്തിൽ ഇതിനകത്തോട്ട് വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. പൊടിയുള്ള സമയത്ത് ഇവരുടെ കെമിക്കൽ കൊണ്ടുവന്ന് മുഴുവനും പൊടിയാണ്. എന്ത് ചെയ്യും സാറേ, ജീവിക്കാൻ പറ്റണില്ല. വീഴുകയാണ് ഇതിനകത്ത്. പാമ്പ് പന്നി ഇതിനകത്ത് കൂടി അറച്ച് ചെളിയും വെള്ളവും കൂടി പേരയുടെ അകത്ത് കൂടി വീഴുകയാണ്. ഞങ്ങളുടെ പേരയുടെ അകത്താണ് മുഴുവനും. ഇത് പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളുടെ ജീവൻ അവരുടെയൊക്കെ കൈ കൊടുക്കേണ്ടി വരും. അതാ ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ. ഈ റോഡ് സൈഡിൽ താമസിക്കണ കൊണ്ടിട്ടുള്ള ഉയരപ്പാത നിർമ്മാണത്തിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നുള്ളതാണ് ഈ പ്രദേശം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. യാത്രക്കാർക്ക് മാത്രമല്ല, വീടുകളിലേക്കും ചെളിവെള്ളം കയറുന്നു. മുൻപ് പറഞ്ഞതുപോലെ തലനാരിഴയ്ക്കാണ് പലപ്പോഴും അപകടങ്ങൾ ഒഴിവാകുന്നത്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നുവെന്ന് പറയാം. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.